ഹലോ ഗൈസ്, ഇപ്പം ഞാൻ ഇന്ന് കളിക്കുന്നത് നമ്മളെ പഴയ സ്കൈ ബ്ലോക്ക് വേൾഡിലാണ്. ഇതിൽ ഞാൻ കയറിയിട്ട് തന്നെ കുറേ ആയി. പിന്നെ ഈ ഒരു വേൾഡിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പറഞ്ഞിന് ഇതുവരെ ചെയ്യുന്ന എല്ലാ സീരീസും സ്റ്റോപ്പ് ആക്കിയിട്ടാണ് ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുതിയ സീരീസ് തുടങ്ങാമെന്നല്ല പറഞ്ഞിട്ടിന്. അപ്പം ഞാൻ വിചാരിച്ചിനി ഇതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ EDMC സീസൺ 3, അതായത് എൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ളൊരു വേൾഡാണ്. കുറേ ഞാൻ ഈ ഒരു വേൾഡിൽ കഷ്ടപ്പെട്ടിനി. അപ്പോൾ അതൊന്നും വെറുതെ കളയേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസിനാണ് ഇട്ടിട്ട് ഏകദേശം 9 മാസമായി. അപ്പം നിങ്ങളും കുറേ കാര്യം മറന്നു പോയിട്ടുണ്ടാവും. ഈ ഒരു സീരീസിൻ്റെ എന്തായാലും മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ പഴയ വീഡിയോയിൽ കണ്ടിട്ടാണ് ഓർമ്മിച്ചെടുത്തത്. ഇപ്പം എൻ്റെ സ്കൈ ബ്ലോക്കിൻ്റെ പഴയ വീഡിയോയിൽ പബ്ലിക്കാണ്. അതെല്ലാം എടുത്ത് കാണുമെന്ന് ഞാൻ പറയില്ല. ഈ ഒരു വീഡിയോ കണ്ടാലും മതി. ഈ ഒരു വീഡിയോയിൽ 14 എപ്പിസോഡിൻ്റെ ഒരു കഥ ഞാൻ പറയുന്നുണ്ട്. സ്കൈ ബ്ലോക്കിൻ്റെ ഒരു അടുത്ത എപ്പിസോഡായിട്ട് വരാൻ കഴിയില്ല, കാരണം അതിൽ ഇതുവരെ ചെയ്തതിൻ്റെ റീക്യാപ്പാണ് തരുന്നത്. ഇതുവരെ ഞാൻ ഈ ഒരു വേൾഡിൽ നിന്ന് 14 എപ്പിസോഡാണ് ഇറക്കിയത്. പിന്നെ കുറേ ലൈവും ചെയ്തിട്ടുണ്ട്. ലൈവിലെ കഥയൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ആ എപ്പിസോഡിലെ ചെറിയൊരു റീക്യാപ്പ് നിങ്ങൾക്ക് തരാം. എന്നിട്ട് അടുത്തതായിരിക്കും 15ാമത്തെ എപ്പിസോഡ്. ഇത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് പോലെ തരുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ മൊത്തം ഒരു റീക്യാപ്പ് മാത്രമേ ഉണ്ടാവൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൈ ബ്ലോക്കിൻ്റെ ഒരു വേൾഡായിരുന്നു. അതായത് ലാവ ഇല്ലാണ്ട് കളിച്ചു നോക്കുന്നൊരു സീരീസ് ആയിരുന്നു. അതായത് ഇതിൽ ഞാൻ ലാവ ബക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. ലാവ മാത്രമല്ല, ഞാൻ അധികമൊന്നും കോബിൾ സ്റ്റോണും ഉപയോഗിച്ചിട്ടില്ല. സ്റ്റോൺ ഐറ്റംസും അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിന്. അതല്ലാണ്ട് ഞാൻ ഇതിൽ കോബിൾ സ്റ്റോണും ഉണ്ടാക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് എൻ്റെ ഈ വീട് കണ്ടാൽ തന്നെ തിരി ഫുള്ളൊരു വുഡൻ ഹൗസാണ്. ഇതിലൊരു സ്ഥലത്ത് പോലും ഞാൻ കോബിൾ സ്റ്റോൺ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ആ ഒരു വേൾഡ് ഉണ്ടാക്കി അതിൽ സ്പോണായ പാടെ തന്നെ ഞാൻ ചെയ്തത് ലാവ ബക്കറ്റ് എടുത്ത് കളഞ്ഞെന്നുള്ളതാണ്. പിന്നെ എല്ലാ സ്കൈ ബ്ലോക്ക് വേൾഡിലും ചെയ്യുന്ന പോലെ ആ ഒരു മരയിൽ ഫാം ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു വേൾഡിന് വെച്ച ഗോൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബേസ് ഉണ്ടാക്കുക, പിന്നെ ഇതിലുള്ള എല്ലാ ഐലൻഡിലേക്കൊന്ന് ഒരു വിസിറ്റ് ചെയ്യുക, പിന്നെ ഒരു ഡയമണ്ട് ആർമർ ആയിരുന്നു വെച്ചത്. ഈ ഡയമണ്ട് ആർമർ വെക്കുന്നതിന് മുന്നേ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാമെന്നായിരുന്നു വെച്ചത്. ഈ ഒരു വേൾഡിൽ സ്ട്രോങ് ഹോൾഡ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്കൈ ബ്ലോക്ക് വേൾഡിൽ സ്ട്രോങ് ഹോൾഡ് ഇല്ല. ഞാൻ കുറേ നോക്കി. അപ്പം പിന്നെ ഞാൻ ഡയമണ്ട് ആർമർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഡയമണ്ട് ആർമറിൽ എന്തായാലും ഡ്രാഗനെല്ലാം കൊല്ലാൻ കഴിയും. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേക്കിനും ഏകദേശം ഇങ്ങനൊരു സംഭവം ചെയ്തെടുത്തു. ഇങ്ങനൊരു സ്റ്റേജിലാക്കിയെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിനി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജംഗിൾ ഐലൻഡിലേക്കൊന്ന് പോയി. അവിടുന്ന് ആ മരം മുറിച്ച് അവിടുത്തെ സാപ്ലിങ്ങെല്ലാം എടുത്ത് പിന്നെയുള്ള കുറേ എപ്പിസോഡിൽ ഞാൻ ഓരോ ഐലൻഡായിട്ട് പോകാൻ തുടങ്ങി. കാരണം നല്ലൊരു ബേസ് ആക്കണ കുറേ റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു റിസോഴ്സസിൽ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ ഐലൻഡിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യം ഞാൻ ജംഗിളിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പ്രൂസിൻ്റെ ഒരു ഐലൻഡിൽ പോയി. അവിടുന്ന് ഞാൻ വേറൊരു 2 ഐലൻഡ് കണ്ടുപിടിച്ചു. ഒരു ഐസ് ബയോവും പിന്നെ ഒരു ഇഗ്ലു ആണ് ഞാൻ കണ്ടുപിടിച്ചത്. ആ ഇഗ്ലുവിലൊരു വില്ലേജറും ആ ഒരു വില്ലേജറിനെ ക്യൂർ ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിനെ ബേസിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു മോഫ് ഫാം ഉണ്ടാക്കി അതിൽ നിന്ന് സോംബിഫൈഡ് വില്ലേജറിനെയും കൊണ്ടുവന്നിട്ട് രണ്ടാളെ ഒപ്പരമായിട്ട് ക്യൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പോയത് ബെർച്ചിൻ്റെ ഒരു ഐലൻഡിലേക്കാണ്. അവിടുന്ന് ഞാൻ ഒരു എന്താ പറയുക, ഇതേപോലത്തെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ വേൾഡിൻ്റെ ഫസ്റ്റത്തെ കോബിൾ സ്റ്റോൺ കിട്ടിയത് എനിക്ക്. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റത്തെ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തത്. അവിടെ തന്നെ കുറേ ഓർ ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുമോ, കുറേ ഓർ ബ്ലോക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം മൈൻ ചെയ്ത് എടുത്തിട്ടും ഉണ്ടായിന്. പക്ഷേ ആ ടൈം എനിക്ക് ഒരു ബ്രിഡ്ജിൻ്റെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐലൻഡ് ഇങ്ങനെയായിരുന്നു ബിൽഡ് ചെയ്തത്. അതായത് ഈ ഒരു കോമ്പിനേഷനിൽ, അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം ഈ ഒരു ഓക്ക് വുഡ് വെച്ച് ചെയ്യും. ഈ ഒരു ബോർഡറെല്ലാം ജംഗിൾ വുഡും ഫെൻസിനെ സ്പ്രൂസും വെച്ച് ചെയ്ത്, അതായത് ഞാൻ കോമ്പിനേഷനായിട്ട് ആ ഒരു ടൈം ചെയ്തിട്ടുണ്ടായേ. പിന്നെ ഞാൻ പോയത് ഡെസേർട്ടിൻ്റെ ഒരു ഐലൻഡിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ എനിക്കൊരു 10 ഒബ്സീഡിയൻ കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ നേരെ ബാക്കിലേക്ക് ഞാൻ വേറൊരു ഐലൻഡ് കണ്ട്. അതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു നമ്മളെന്താ പറയുക, ആ ഒരു ചുവപ്പ് കളർ സാൻഡ് ഉണ്ടാകുന്ന ആ ഒരു വൈല് അതാണ് കണ്ടേ. അവിടെ ഏതെങ്കിലും ഒരു സ്പൈഡർ സ്പോണർ ഉണ്ടായിന്. പിന്നെ ആ ഒരു ചെസ്റ്റെല്ലാം വെച്ചിട്ട് മൈൻക്രാഫ്റ്റ് ചെസ്റ്റെല്ലാം വെച്ചിട്ട് ഒരു കുറച്ച് ലൂട്ട് അവിടെ നിന്നും കിട്ടി. ഇതായിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് ലൂട്ട് കിട്ടിയിട്ടുണ്ടായിന്. ബാക്കിൽ ജംഗിൾ ടെമ്പിളും കൂടി ഉണ്ടായിന്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു ജംഗിൾ ടെമ്പിളിൽ ഞാൻ പോയിട്ട് അവിടുത്തെ ചെസ്റ്റെല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ബാമ്പു ഉള്ളൊരു ഐലൻഡിലേക്കാണ്. അവിടെ ഒരു പാൻഡയെല്ലാം ഉണ്ടായിന്. അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായ ജംഗിൾ ടെമ്പിളെല്ലാം പോയിട്ട് ഞാൻ ലൂട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ഒരു അണ്ടർ വാട്ടർ റൂവിൻ്റെ ഫിഗറിലേക്കാണ്. അവിടെ നിന്ന് എനിക്കൊരു കുറച്ച് ലൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എൻ്റെ വെള്ളമൊന്നും മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും കുറച്ചെടുത്ത് ഇങ്ങനൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നുള്ള വെള്ളമെല്ലാം എടുത്ത് ഞാൻ ഇവിടെ ഒരു ഫാമിങ് ഏരിയയും കൂടി സെറ്റാക്കിയത് ഇങ്ങനെ. എന്നിട്ട് ഞാൻ പോയത് ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റിലേക്കാണ്. അവിടെ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു ബാനറെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൂട്ടും കിട്ടി.
പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെയുള്ള അക്കേഷ്യ ഐലൻഡിൽ പോയി അവിടുന്ന് മരത്തിൻ്റെ സാപ്ലിംഗ് എല്ലാം എടുത്ത് ഇത്ര ഐലൻഡിലേക്ക് ഞാൻ അടുപ്പിച്ചടുപ്പിച്ചുള്ള എപ്പിസോഡ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെയുള്ള എപ്പിസോഡിൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് ഒരു മോബ് ഫാം സെറ്റാക്കി. അത് എപ്പിസോഡിൽ കാണിച്ചില്ല, ഓഫ് ക്യാമറയിൽ ചെയ്യരുത്. എന്നിട്ട് ഞാൻ ഈ ഒരു വില്ലേജർ ബ്രീഡറാണ് സെറ്റാക്കിയത്. എന്നിട്ട് ഞാൻ ആ ഇഗ്ലൂന്ന് ഒരു വില്ലേജറിനെ എൻ്റെ ബേസിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് ആ ഒരു ഫാമിൽ നിന്നൊരു സോംബൈഡ് വില്ലേജറിനെ ഒപ്പിച്ച് ക്യൂർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഒരു സ്പ്ലാഷ് പോർഷനെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു വീക്ക്നെസ്സിൻ്റെ. അതിട്ട് അവരെ ക്യൂർ ചെയ്തെന്നല്ല ആ ഒരു പോർഷൻ എറിഞ്ഞ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ആദ്യം ഒരു എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ ഉണ്ടായിന്, പിന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ഗോൾഡൻ ആപ്പിളും. അത് രണ്ടും വെച്ച് ഞാൻ ക്യൂർ ചെയ്യാൻ നോക്കി. പക്ഷേ ഒന്ന് എൻചാൻറ്റഡ് ആപ്പിൾ ആയതുകൊണ്ട് തന്നെ അത് ക്യൂർ ആയില്ല. ആ ടൈം എനിക്കപ്പോൾ ഒരു ക്യൂർ ചെയ്യൽ നടന്നിട്ടില്ല. ഞാൻ പിന്നെ 2 ഐലൻഡിലേക്കും കൂടി പോയി. ഐലൻഡല്ല, രണ്ടും കുറച്ച് അടിയിലേക്കാണ്. നമ്മൾ ഈ ഒരു ലെവലിന് അടിയിലേക്കുള്ളൊരു ഏരിയയിലേക്കായിരുന്നു. ഒന്ന് ഷിപ്രക്ക്, പിന്നെ ഒന്ന് ജിയോഡ്. ഷിപ്രക്ക് പോയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല നല്ല ലൂട്ടെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിയോഡിൽ പോയപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഗോൾഡും അയണെല്ലാം മൈൻ ചെയ്തെടുത്ത്. കാരണം ഞാൻ ഒരു വില്ലേജറിനെയും കൂടി കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഐലൻഡിലേക്കെല്ലാം പോയത് ഗോൾഡൻ ആപ്പിൾ ഒപ്പിക്കാൻ. ആ ഒരു എപ്പിസോഡ് തീരുന്നതിൻ്റെ മുന്നേ ഒരു ഗോൾഡൻ ആപ്പിൾ ഒപ്പിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ ഡാർക്ക് ഓക്ക് ഐലൻഡിൽ പോയിട്ട് അവിടുന്ന് ആ ഒരു മരയിൽ മുറിച്ച് കളഞ്ഞിട്ട് അവിടുത്തെ സാപ്ലിംഗ് കൂടി ഒപ്പിച്ച് എന്നിട്ട് ഞാൻ ലഷ് കേവിൻ്റെ ആ ഒരു ഐലൻഡ് ഉണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്നും കുറേ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രിപ്സ്റ്റോൺ ഐലൻഡിൽ പോയി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത്. പിന്നെ ഇത് ഇങ്ങനൊരു ഹണി ഫാമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഇതുവരെ ലൂട്ടൊന്നും കിട്ടിയില്ല, കാരണം എൻ്റെ കയ്യിൽ ഷിയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൂട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. 3 വർക്കിംഗ് ആയിട്ടുള്ള നല്ല കിടന്ന ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയ ഐലൻഡ് എന്ന് വെച്ചാൽ ആ ഒരു വുഡ്ലാൻഡ് മാൻഷനുള്ള ഒരു ഐലൻഡാണ്. അവിടെ പോയിട്ടാണെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ല. അവിടെ പോവും ഞാൻ ആ ഒരു പില്ലേജറിൻ്റെ അടി കൊണ്ട് മരിക്കും. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ആർമറും ഇല്ല, നല്ലൊരു വെപ്പണും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിട്ടില്ല. ഞാൻ അവിടെ പോവും, ആ പില്ലേജർ തന്നെ വന്നിട്ട് അടിച്ചിട്ടു, ഞാൻ ചാവും. അങ്ങനെ ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തിന്. ഒരു വട്ടം പോലും ഞാൻ കുറച്ചധികം പോലും ഉള്ളിലേക്ക് പോയിട്ടില്ല. അതിലെല്ലാം എന്തെങ്കിലും ലൂട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല, അന്നേരം അറിയില്ല. ലൂട്ടൊന്നും വേണ്ട. ഇനി എന്തായാലും ഞാൻ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും അവിടെ ഒന്നും പോകുന്നുണ്ട്. എന്നിട്ട് അവിടെയെല്ലാം മൊത്തം പില്ലേജറിനെ എനിക്ക് കൊല്ലണം. ആ ഒരു വുഡ്ലാൻഡ് മാൻഷനിൽ കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഈ ഒരു വേൾഡിലെ എല്ലാ ഐലൻഡിലേക്കും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം വെച്ച് എൻ്റെ ഗോൾ, ഈ ഒരു വേൾഡിൻ്റെ ഗോൾസിൽ ഫസ്റ്റത്തെ ഗോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ. എന്നിട്ട് ഞാനിതാ ഇങ്ങനൊരു വീടുണ്ടാക്കി. ഇതായിരുന്നു 2ാമത്തെ ഗോൾ. ഇതെല്ലാം നല്ലൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു ഗോൾ ഞാൻ കംപ്ലീറ്റ് ആക്കാനാണ് ആ ഒരു ടൈമിൽ ഞാൻ നിർത്തിയത്. ഞാൻ വീടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. ഇതാണ് ഹാള്. ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനൊരു റൂമുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റോറേജ് റൂം. എൻ്റെ വാല്യുബിൾസ് പെട്ടി നോക്കിയാൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വുഡിലാണെങ്കിൽ അത്യാവശ്യം നല്ലോണം വുഡും ഉണ്ട്. പിന്നെ വുഡൻ ഐറ്റംസിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ജംഗിൾ ടെമ്പിൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളും. അവിടുത്തെ സ്റ്റോണ് മൊത്തം ഞാൻ കളക്ട് ചെയ്ത്. എന്തിനാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞാൻ വീടുണ്ടാക്കാൻ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ വീടിനൊരാവശ്യം വന്നിട്ടില്ല. പിന്നെ മോബ് ഫാമിൽ നിന്ന് അത്യാവശ്യം നല്ല ഡ്രോപ്പ് കിട്ടുന്നതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ മോബ് ഡ്രോപ്പിൻ്റെ പെട്ടിയിലുണ്ട്. പിന്നെ ടൂൾസ് ആൻഡ് ആർമറിൽ ഇങ്ങനത്തെ കുറേ ടൂൾസും ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഫാം ചെയ്തിട്ടും അല്ലാണ്ടിൽ കുറച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ബെഡ്റൂം. ഇതും വലിയ കാര്യമൊന്നുമില്ല, ഫുൾ ഇൻറ്റീരിയറൊന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ നല്ല കാര്യങ്ങളൊന്നുമില്ല, ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയാണ് എൻ്റെ വീട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി. നെതറിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടി. ബെർച്ചിൻ്റെ സാപ്ലിങ്, ഷുഗർ കെയിന്, പിന്നെ എന്തോ ഐസ് അങ്ങനെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടാത്ത 2 സാധനങ്ങളും കൂടി ആ ഒരു ഐലൻഡിൽ ഈ ഒരു നെതറിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എപ്പിസോഡായിട്ട് ഇട്ടത്. പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എപ്പിസോഡായിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 4 സൈഡിലേക്ക് ബ്രിഡ്ജ് ചെയ്ത് കീഴിലിപ്പോൾ എനിക്ക് എന്തെല്ലാം ബയംസാണ് കിട്ടിയെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞിടം വരെ ഞാൻ നെതറിൽ കയറുന്ന ആടം വരെ എപ്പിസോഡായിട്ട് ഇട്ടില്ലു. ഇതാ നേരെ ഇങ്ങോട്ടേക്ക് വന്നതിനാൽ ഇവിടെ ഒരു ക്രിംസൺ ഫോറസ്റ്റും ഉണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, ഇനി ഇതെല്ലാം മൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ ടൈപ്പ് മരയിലും ഉണ്ടാവും. ഈ ഒരു പച്ച കളറ് മരയിലും വെച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാം. പിന്നെ ഇത് സ്ട്രൈഡറല്ലേ ലാവയിലോട്ട് നടക്കണേ, അതുകൊണ്ട് ഈ ഒരു മരം എങ്ങനെ ഫാം ചെയ്യാൻ ഇപ്പോൾ അറിയില്ല. ഇതിനെ നോക്കിയിട്ട് ചെയ്തോളൂ.
ഇവിടെ ലാവ ഉണ്ട്, ഞാൻ എന്തായാലും എടുക്കൂല. പിന്നെ എനിക്ക് ഈ ഒരു മരത്തിൻ്റെ ഐലൻഡും കൂടി കിട്ടീന്. അവിടെ ഒരു ബ്രൂട്ടല്ല അതിൻ്റെ പേര്, സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐലൻഡും കൂടി കിട്ടും, ബാലൻസിനാ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നെ പോയി നോക്കാം. ആ ഒരു മരം നമുക്ക് എടുക്കണം, മരത്തിനെ കൊണ്ട് ഫാം ചെയ്ത് ആ ഒരു ടൈപ്പ് മരം കുറേ എപ്പിച്ചിട്ട് ബേസിൽ കുറച്ചും കൂടി പരിപാടി ചെയ്യാൻ. ഞാൻ പിന്നെ എൻ്റെ ബേസ് പ്ലാനിൽ പറഞ്ഞുതരാം. ആദ്യം ഇവിടുന്ന് എന്തെല്ലാം കിട്ടിയെന്ന് കാണിച്ചിട്ട് ബേസ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സോൾ സാൻഡ് വാലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നേരെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ ഫോർട്രസ് ആണെന്ന് തോന്നുന്നു. ഇത് ഫോർട്രസ് അല്ല, ബാൻസിനാണ്. ഇനി ബാൻസിൻ തന്നെയല്ലേ പറയാ. ഇവിടെ വന്നിനല്ലേ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിൽ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താത്തപ്പോൾ ഉണ്ടാക്കിയ പോലൊരിത്, ഞാൻ ലൈവിലെങ്ങാനും തോന്നി ഇത് ചെയ്തത്, കറക്റ്റ് ഓർമ്മയില്ല. ഇതിൽ ഞാൻ യൂട്യൂബിൽ കാണിച്ച പോലൊരു ഓർമ്മയെന്നുള്ളേ. ഞങ്ങൾക്ക് ബസാൾട്ട് ഡെൽറ്റയും അങ്ങോട്ടേക്ക് മറ്റേ ഇതാണ് ഫോർട്രസ് പോയിട്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന മറ്റേ ഫെർമിനൻ്റ് സ്പൈഡർ ഇല്ലേ, അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒരു സ്പ്ലാഷ് പോഷൻ എന്നിട്ട് ഞാനൊരു ഗോൾഡൻ ആപ്പിളും 2 ഗോൾഡൻ ആപ്പിളും കൂടി ഒപ്പിച്ചു. അത് ഞാൻ ബാൻസണിൽ പോയി ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഗോൾഡും എടുത്ത് ഗോൾഡൻ ആപ്പിളും ഉണ്ടാക്കി 2 വില്ലേജറിനെ ക്യൂർ ചെയ്ത്, മോബ് ഫാമിൽ നിന്ന് സോംബിഫൈഡ് വില്ലേജറിനെ ഒപ്പിച്ചിട്ട് ക്യൂർ ചെയ്ത് 2 ആളെ. എന്നിട്ട് ഞാൻ ഈ ഒരു വില്ലേജർ ബ്രീഡറിൽ ഇവരെ കൊണ്ടിട്ട് ഒരാളുണ്ട്, ഇപ്പോൾ ഒരു ബ്രീഡ് ചെയ്ത ആൾക്കാരാണ്. ഇല്ലേ വേറെയും 2 ആളുണ്ടായിരുന്നു, ഞാൻ കൊന്ന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായ ബാരൽ ഓറല്ലോ വർക്ക് ലിങ്കായി ഓറേ. അപ്പോൾ ഞാൻ അവരെ കൊന്നിട്ട് ഇപ്പോൾ പുതിയൊരു 2 വില്ലേജർ വന്നിട്ട് ഒന്ന് പച്ചക്കോട്ടാണ്, ഇനിയും കൊല്ലണം. പിന്നെ മറ്റേ ആൾക്കാരെ കാണിച്ചു തരാം. ഓർ ഇവിടെ തന്നെ ഉണ്ട്, 2 ആളില്ലേ, 2 ആളും ഉണ്ട്. ഞാൻ എനിക്ക് ഇവിടെ കുറച്ച് ബെഡിലും കൊണ്ട് വെക്കണം, എന്നാൽ ബേബി വില്ലേജറിനെയും കാണും. ഇപ്പോൾ ബേബി വില്ലേജർ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തേ, വേറൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നാം. ഈ ഒരു ഷീപ്പിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ജംഗിൾ ഐലൻഡോ അവിടെ ആണ് ഇവിടെ സ്പോണായേ. ഇവർ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പൂച്ച അവിടെ എവിടെയോ സ്പോണായതാണ്, ഞാൻ മീനും കൊടുത്ത് എൻ്റെ സൈഡാക്കിയിട്ടുണ്ട്. എനിക്ക് അതിനുള്ള മീൻ ഇടുന്നോളി കിട്ടി. ഞാൻ ഈ വെറുതെ ഈ ഒരു വള്ളത്തിൽ പഫർ ഫിഷ് ഉണ്ടായിരുന്നു, ആക്സിലോട്ടലെല്ലാം ഉണ്ടായിരുന്നു, അതിൽ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഫിഷ് ചെയ്ത് ഒപ്പിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഈ ഒരു ബേസ് പ്ലാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എനിക്ക് കുറേ ഫിഗർ കിട്ടീന്, അതായത് ഓവർ വേൾഡിൽ ഉണ്ടാകുന്ന കുറേ സംഭവം കിട്ടീന്. അതായത് വില്ലേജർ ഔട്ട് പോസ്റ്റ്, ജംഗിൾ ടെമ്പിള്, ഡെസേർട്ട് ടെമ്പിള്. അതിലിപ്പോൾ ജംഗിൾ ടെമ്പിൾ ഇല്ല, വില്ലേജർ ഔട്ട് പോസ്റ്റും ജംഗിൾ ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ഉള്ള ഫാമെല്ലാം മാറ്റും, വില്ലേജർ ബ്രീഡറും അവിടെയുള്ള എല്ലാ ഫാമും മാറ്റും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബേസിൻ്റെ മാത്രം ഏരിയ ആക്കും. അതായത് ഇത് ഇപ്പോൾ സ്ക്വയറിലുള്ള പ്ലാറ്റ്ഫോം അല്ലേ, ഇത് ഞാൻ ഇവിടുന്ന് ഇത്രയും വലുത് തന്നെ ആയിരിക്കും എന്തായാലും. ഇവിടുന്ന് ഇങ്ങനെ ഒരു കറക്കം കൊടുക്കും, എന്നിട്ട് ഒരു സർക്കിൾ പോലെ ആക്കും ഈ ഒരു ഐലൻഡ്. ഇത് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പണ്ടത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ ഇറക്കുന്നത്. ഇതൊരു എപ്പിസോഡ് പോലെയല്ല. എന്നിട്ട് ഞാൻ ഈ ഒരു ഐലൻഡിൽ നിന്ന് 2 സ്റ്റെപ്പ് 2 ബ്ലോക്ക് മേലേത്തേക്ക് ഒരു സ്റ്റെയർ കേസ് പോലെ വെച്ചിട്ട് അവിടെ നിന്നായിരിക്കും അടുത്തൊരു ഐലൻഡ്. ആ ഒരു ഐലൻഡിൽ നെതർ പോർട്ടലിൻ്റെ ബിൽഡ്, എന്നിട്ട് അടുത്തൊരു ഐലൻഡ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും ആക്കാൻ. എന്നിട്ട് അതേപോലെ തന്നെ 2 ബ്ലോക്ക് മുകളിലാക്കും, ഒരു സർക്കിൾ ഉണ്ടാക്കും. എന്നിട്ട് ഈ പൂച്ചക്കുള്ള എന്തെങ്കിലും ഒരു ബിൽഡായിട്ട് അവിടെ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കുറേ ബിൽഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സർക്കിളിൽ നിന്ന് ഇവിടെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു സർക്കിളായിട്ട് ഞാൻ കണക്ട് ചെയ്യും. എന്നിട്ട് ആ കണക്ഷൻ ഉണ്ടാവില്ല ഇവിടെ ഉള്ളേ, ആ ഒരു കണക്ഷനിൽ ഞാൻ വേറൊരു ഐലൻഡ് ഉണ്ടാക്കും. ഇതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് പറഞ്ഞൊന്നും തിരിഞ്ഞോന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ കാണിച്ചത്. ഈ ഒരു സീരീസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ 30 എപ്പിസോഡെല്ലാം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിയുമോയെന്നറിയില്ല, നോക്കാം. പിന്നെ ഞാൻ ഒരു ജംഗിളിലായാലും ഡെസേർട്ട് ടെമ്പിളിൻ്റെ ആ ഒരു ഐലൻഡിൽ പോകും. എന്നിട്ട് അവിടെ ഒന്നെങ്കിൽ ഈ വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യും. കാരണം ജംഗിളല്ല, ഡെസേർട്ട് ഐലൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജംഗിളല്ല അന്നേ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിന്. ഓക്കെ, ഇപ്പോൾ ഡെസേർട്ട് ടെമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഡെസേർട്ട് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇതിലൊന്ന് ശരിയാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അതായത് ഇവിടെ എല്ലാം വേണമെങ്കിൽ ബ്ലോക്കെല്ലാം വെച്ച് ഇവിടെ തന്നെ നമുക്കൊരു ട്രേഡിങ് ഹാൾ പോലെ സെറ്റാക്കി ഇവിടെ വില്ലേജറിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബിൽഡ് എന്തായാലും ഞാൻ കളയുന്നില്ല. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഒരു വില്ലേജ് ട്രേഡിങ് ഹാള്. ഞാൻ ഇവിടെ നെതർ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഈ ഒരു പാലെല്ലാം ഞാൻ പൊട്ടിച്ച് കളയും.
എല്ലായിടത്തേക്കുള്ള പാലും ഞാൻ പൊട്ടിച്ച് കളി. ഇവിടെ ഒരു സ്പൈഡർ ഫാം ഉണ്ടാക്കും ഞാൻ ചിലപ്പോൾ ആ ഒരു സ്പൈഡർ ഫാം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഈ ഒരു മോബ് ഫാമിൽ നിന്ന് തന്നെ നല്ലൊരു ഡ്രോപ്പ് കിട്ടുന്നുണ്ട് സ്ട്രിങ്ങിന്. പിന്നെ എനിക്ക് അത് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു ഫാമിങ് ഏരിയ കൂടി സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ പില്ലേജർ ഔട്ട് പോസ്റ്റിൻ്റെ അവിടെ ഫാമിങ് ഏരിയ ആയിരിക്കും. പില്ലേജർ ഔട്ട് പോസ്റ്റ് നടുക്ക് നിർത്തും ഇവിടുത്തെ പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഓരോ ഫാം ഞാൻ സെറ്റ് ചെയ്യും. ഈ ഒരു വയ്യെല്ലാം ഞാൻ പൊട്ടിച്ച് കളയും കേട്ടോ. ഈ ഒരു ബ്രിഡ്ജെല്ലാം ഞാൻ പൊട്ടിച്ച് കളയും. എന്നിട്ട് ഫുള്ള് നെതർ വയ്യായിരിക്കും ഞാൻ കണക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്ട്രോങ് ഹോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും എലേറ്റർ ഒന്നും എടുക്കാൻ കഴിയില്ല. ഞാൻ അപ്പം നടന്ന് തന്നെ ആയിരിക്കും പോകണ്ടേ. അതിനാണ് ഞാൻ നെതർ വഴി കണക്ട് ചെയ്യുന്നത്. എല്ലാം ഞാൻ നെതർ വഴി കണക്ട് ചെയ്യും. നെതർ ഹബ്ബെല്ലാം അപ്പം എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു പ്ലാന്. ഞാൻ ഇനി വരുന്ന എപ്പിസോഡ്സിലെല്ലാം ബേസ് പ്ലാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിഞ്ഞൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇനി മുതൽ ഈ ഒരു വേൾഡിൽ നിന്നും കൂടി ഞാൻ വീഡിയോസ് ഇടും. പിന്നെ EDMC സീസൺ X വരുന്നുണ്ട്. ഇത് EDMC 3 മുതലുള്ള വേൾഡാണ്. ഇപ്പോൾ EDMC X ആയി, അതായത് 10 സീസണായി. എന്നിട്ട് ഈ ഒരു വേൾഡ് പോയിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറേ കാലം ഒരു വേൾഡിൽ കളിക്കുന്നത്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എടുത്ത് നോക്കിയാൽ തന്നെ ആ ഒരു സീരീസിൽ ഇത്ര എപ്പിസോഡ് ഇട്ടിട്ടുമില്ല. അത് 14 ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത്രയൊന്നും ഞാൻ ഒരു സീരീസിന് ഇട്ടിട്ടില്ല. ആകെ ഇതിനെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് ഞാൻ 30 എപ്പിസോഡാക്കിയിട്ടാണ് നിർത്താൻ. അത് അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. ലാഗില്ലെങ്കിൽ ചെയ്യാം. പിന്നെ EDMC ഇപ്പം വരുന്ന സീസണിൽ ഞാൻ മാക്സിമം എപ്പിസോഡ് ഇടാൻ നോക്കൂ. കഴിഞ്ഞ സീസണിലെല്ലാം നോക്കിയാൽ 2 എപ്പിസോഡിലും വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഞാൻ കുറേ ലൈവ് ഇട്ടിന്, കുറേ നേരം ഇഷ്ടം പോലെ ഞാൻ ലൈവ് ഇട്ടിന് EDMCന്ന്. പക്ഷേ എപ്പിസോഡ്സ് ഭയങ്കര കുറവായിരിക്കും. ഇപ്രാവശ്യം അങ്ങനെയല്ല, എപ്പിസോഡ്സ് നല്ല കൂടുതലുണ്ടാവും. 25 എപ്പിസോഡ്സെങ്കിലും ഞാൻ ഇടാൻ നോക്കാം ഇപ്പോൾ വരുന്ന സീസണിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് പോലെ ഇട്ടേന്ന്. എന്നിട്ട് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങും. ഓക്കെ, ബൈ.